കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ വളാന്തോട് പാണത്തൂർ റൂട്ടിൽ ശ്രീ തുരുത്തിൽ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഇതിന് ചുറ്റുമുള്ള പ്രകൃതിയും അതേപോലെ ഈ ജലസ്രോതസ്സും. നാട്ടിലെല്ലാം ഭയങ്കര വിഷമങ്ങളും ആണ്ടോടാണ്ടൊരു ശവം ഈ തുരുത്തെ വന്ന് കയറുക, അല്ലെ ആരെങ്കിലും വന്ന് ആത്മഹത്യ ചെയ്യുകയോ ഇങ്ങനെയൊക്കെ ആയി. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ നമ്മളോട് പറഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നം വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരു പ്രശ്നം വെക്കുമ്പോഴാണ് ഇവിടെ ദേവിയുടെ ശക്തിയും ദേവി കുടികൊള്ളുന്നതായിട്ട് ദൗദ്രഭാവത്തിലാണ് ദേവി അത് ശാന്തരൂപത്തിലാക്കി എടുക്കാൻ നമ്മളോട് പറയും. ഞങ്ങൾ ഒരു 3 കൊല്ലത്തോളം രാവിലെ വൈകിട്ട് നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് ഇവിടുന്ന് ഇപ്പോഴും വിട്ടുമാറാതെ ഞങ്ങൾ 2 ആളിൻ്റെ കഠിനാധ്വാനമാണ് അന്ന് ഈ ആദ്യത്തെ ശ്രീകോവിലും മറ്റുള്ളതാക്കി. അങ്ങനെ ഇവിടുത്തെ അന്നേരം പ്രശ്നം വെക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപരിപാടി അമ്മ ശാന്തരൂപത്തിലായി കഴിഞ്ഞാൽ സ്ത്രീകൾ മങ്കമാരെ കൊണ്ട് പൊങ്കാല ഇടിയിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ബാലാലയ പ്രതിഷ്ഠയും അത് കഴിഞ്ഞ് നമ്മൾ ആ കൊല്ലം പൊങ്കാലയും നടത്തി. പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അന്ന് ആ കമ്മിറ്റിയെ നമ്മൾ ഈ സ്ഥലവും ഈ ക്ഷേത്രവും ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അന്നൊരു ചെറിയ ശ്രീകോവിൽ മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇത് സെക്രട്ടറിയും പ്രസിഡൻറ്റ് വലിയൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് മാതൃസമിതിയെല്ലാമായിട്ട് വലിയൊരു കമ്മിറ്റിയായി. ഇവിടെ ഏറ്റവും വലിയ വഴിപാടെന്നൊക്കെ പറയുന്നത് എഴുന്നേക്കാൻ വയ്യാത്ത കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ട് നടന്ന് പോയ രംഗമുണ്ട്. മിണ്ടാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾ ഇവിടുന്ന് വന്ന് വർത്തമാനം പറയുന്നു. പതിനെട്ട് വർഷമായി ഇന്നിപ്പം നമ്മൾ കമ്മിറ്റി ക്ഷേത്രം ഭരിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ അന്ന് അത് കഴിഞ്ഞ് കമ്മിറ്റി വന്നാൽ പിന്നെ അന്ന് നാലമ്പലവും ചുറ്റമ്പലവും പ്രതിഷ്ഠകളും ഗണപതി മുരുകൻ ഉള്ള പ്രതിഷ്ഠകളും എല്ലാം നടന്നു. സാക്ഷാൽ അന്നപൂർണേശ്വരിയായ ആദിപരാശക്തിയാണ് ഞങ്ങളിവിടെ ആരാധിക്കുന്നത്. പിന്നെ പ്രകൃതി ദേവിയാണ്, സ്ത്രീകളുടെ ഇഷ്ടദേവതയാണ്. സ്ത്രീകൾക്കാണ് ഇവിടെ കൂടുതൽ മുൻഗണന നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പം പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വന്ന പാലം വന്നത്, ആ പാലം ഇപ്പോൾ റോഡ് ഇവിടം വരെ ഉണ്ട്. അത് ശകലം മെയിൻ്റനൻസ് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇത്തറ്റം വരെ ആയി. പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന വിശ്വാസങ്ങളാണ് നമ്മൾ കൂടുതൽ. അത് നമുക്കറിയാം. ക്ഷേത്രങ്ങൾ, ചില ക്ഷേത്രത്തിൽ നമ്മൾ ഇപ്പോൾ ആൽമരം വെച്ച് പിടിപ്പിക്കുന്നു. ആൽമരത്തിനെ കൊണ്ട് പ്രകൃതിക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മരങ്ങൾ, ഇവിടുത്തെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനവും ഇല്ലാതെ മരങ്ങൾ ഇവിടെ പ്രകൃതി അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത്. ഈ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചിട്ടെങ്കിൽ ഒരു മരം നമുക്ക് മുറിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അത് വിധിപ്രകാരം മുറിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഒരു മരം മുറിക്കുന്നതിന് 10 മരം വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മരത്തിൻ്റെ കൊമ്പ് വരെ മുറിക്കുള്ളൂ. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വികസന പ്രവർത്തനം നടത്തുന്നതും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞ പൊങ്കാലയാണ്. അത് മാർച്ച് 17, 18 തീയതികളിലാണ് നമുക്കിവിടെ പൊങ്കാല മഹോത്സവം നടക്കാറ്. പൊങ്കാല മഹോത്സവം തുടക്കം കുറിക്കുമ്പോൾ തന്നെ പെരുതടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവിടെ കൂവളമാല ചാർത്തി വണ്ണാരം കണ്ട് അനുവാദം വാങ്ങുന്ന ഒരു ചടങ്ങ് നമുക്കുണ്ട് ഇവിടെ. മഞ്ഞടുക്കം ശ്രീ സുലുവനത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നമ്മൾ വണ്ണാരം കണ്ട് അനുവാദം വാങ്ങി കള്ളാർ ശ്രീ മഹാദേവ ക്ഷേത്രം, അവിടെ നമ്മൾ പാൽപ്പായസം കഴിച്ച് വണ്ണാരം കണ്ട് ഉത്സവത്തിൻ്റെ മറ്റ് ചടങ്ങുകൾ ആരംഭിക്കുക. അപ്പോൾ ഈ 34
കുടുംബങ്ങളെ വെച്ചുകൊണ്ട് വേണം പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഇത്രയും ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതും ഇനി മുമ്പോട്ട് നടക്കാനിരിക്കും. അപ്പം ഞങ്ങൾ ഇനി മുമ്പോട്ട് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഈ പ്രകൃതി, ഈ മണ്ണ് ഒലിച്ച് ഈ തുരുത്ത് നിലനിർത്താൻ ആവശ്യമായ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഘട്ടം ഘട്ടമായി എങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.